ഹായ്, നമസ്കാരം, ഹരി ഓം. ഇന്നും കുഞ്ഞൊരു വീഡിയോ ആയിട്ടൊക്കെ വന്ന് പറയുന്ന പോലെ വലിയ വ്യൂസും ഇല്ല, ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, ഒന്നുമില്ല. എങ്കിലും നമ്മുടെ സന്തോഷത്തിന് നമ്മൾ ചെയ്തു. പിന്നെ നമുക്കറിയാം, നമ്മളെ അറിയാവുന്നവരൊന്നും കണ്ട ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇനി ഇറങ്ങിയേക്കുവാന്നോ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഒക്കെ പറയും. അതൊക്കെ നമുക്കറിയാം സാധാരണ ഒരവസ്ഥയിലിരിക്കുന്ന മനുഷ്യർ എന്തൊക്കെ നമ്മളെ പറയും, ഏതൊക്കെ രീതിയിൽ നമ്മളെ പറയും. കാര്യം നമ്മളും അങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് മാറി വന്ന ഒരാളാണ്. നമുക്കറിയാം, അതിനൊന്നും നമുക്ക് ഇനിയിപ്പം ഒരു ഒന്നുമില്ല. അപ്പം നമുക്ക് മാറ്റത്തിൻ്റെ ഏറ്റവും വലുത് ഞാനൊക്കെ നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് മാത്രം. ഈ നിരന്തരമുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് വിചാരിക്കുന്നത്, ഫുൾ ടൈം ഒരിടത്തിരുന്നൊക്കെ പ്രാർത്ഥിക്കുക അല്ല. നമുക്ക് രാവിലെയും വൈകിട്ട് രാവിലെയാണ് നമുക്ക് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു പ്രാർത്ഥനയിലോട്ട് വരുമ്പോഴാണ് തോന്നുന്നു നമ്മൾ മാറുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാവിലെ എഴുന്നേക്കാൻ തുടങ്ങണം, രാവിലെ വെളുപ്പിനെ. ഞാനൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഇപ്പം എൻ്റെ മുത്തണ്ണൊക്കെ ഗൾഫിലായിരുന്നു. അപ്പോൾ ഇമോഷണലിയൊക്കെ നമുക്ക് ഭയങ്കര മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇമോഷണലിയൊക്കെ നമ്മൾ വീക്കാകുന്ന സമയത്തൊക്കെ ഈ പ്രാർത്ഥന, ഈ നാമം ചൊല്ലുക, അതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ പതുക്കെ അന്നൊന്നും നമുക്കറിയില്ല ഇങ്ങനെ ഒരു മാറ്റമൊന്നും നമുക്ക് വരുമോയെന്നൊന്നും നമുക്കറിയത്തില്ല. മനസ്സിനൊരു സന്തോഷം, സമാധാനമായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്ത് പിന്നെ നമ്മൾ നിന്നിങ്ങനെ നമുക്കുള്ളതായിട്ട് കുറേ വേണ്ടാത്ത, നമുക്ക് കൂടുതലായിട്ട് ആർജിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ദേഷ്യം, വാശി, കുശുമ്പ്, ഇതൊക്കെ പരിദൂഷണം, ഇതൊക്കെയുള്ള ഒരാൾ തന്നെയാണ് ഇല്ലല്ലേ. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, സാധാരണ മനുഷ്യരിലുള്ളത്. അതൊക്കെ ഇങ്ങനെ പതുക്കെ പോകുന്നതായിട്ട് നമ്മളിങ്ങനെ അനുഭവിച്ചറിയാൻ തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാകും, ഇതാണ് നല്ല വഴി, ഈ വഴിയെ തന്നെ സഞ്ചരിക്കാം എന്ന്. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമുക്കതിനെയൊക്കെ ഇങ്ങനെ ഓവർകം ചെയ്യാനുള്ള ഒരു മനോധൈര്യം, അങ്ങനെ പതുക്കെ നമ്മൾ ഓരോന്ന് ആർജിച്ചെടുക്കും. നമ്മൾ പെട്ടെന്ന് ഇപ്പം ഒരു വീഡിയോ കണ്ട് ഞാൻ നാളെ തൊട്ട് ഇങ്ങനെ ഇത് വേണ്ട എൻ്റെ ജീവിതത്തിൽ നിന്ന് എത്ര വിചാരിച്ചാലും ഇപ്പം അത് പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം മാറാനല്ലാതെ എന്തിനും ഒരു പ്രാക്ടീസ്, ഒരു അനുഷ്ഠാനം നമുക്കുണ്ടെങ്കിലേ നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ. ഇപ്പം മദ്യപിക്കുന്ന ഒരാൾ, നമ്മളിപ്പോൾ അവരോട് പറയാം നാളെ തൊട്ട് നിങ്ങൾ കള്ളു കുടിക്കരുത്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്ന, അപ്പോൾ അവർക്ക് പിന്നെന്ത് വേറെന്ത് ചെയ്യാൻ അവർക്ക് ഇല്ല. ഒരു മനസ്സുഖം കിട്ടുന്ന വേറൊരു കാര്യം, ചിലപ്പോൾ അവർക്ക് ആനന്ദം കിട്ടുന്ന വേറൊരു കാര്യം ചെയ്യാൻ അവർക്കില്ല. അപ്പോൾ പിന്നെയും അവരത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ അതിൽ നിന്നൊക്കെ പെട്ടെന്നൊരു ദിവസമൊന്നും നമുക്ക് മാറാൻ പറ്റത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഇനി എത്ര ഉപദേശം പറഞ്ഞാലും, എത്ര തത്വശാസ്ത്രം പറഞ്ഞാലും, എത്ര വേദാന്തം പറഞ്ഞാലും അങ്ങനെയൊന്നും ആരും മാറത്തില്ല. അവനവൻ തന്നെ അതിന് എന്തെങ്കിലും ഒരു അനുഷ്ഠാനമോ എന്തെങ്കിലും ഒരു ചിട്ട വെച്ചിട്ടൊക്കെ അത് മാറ്റാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പം മോട്ടിവേഷന് അതായത് എന്തുവാ ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ, പൈസ കൊടുത്ത് മനുഷ്യന് അതിന് തന്നെ എന്തോരം പൈസയാണ് കളയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈശ്വരൻ അല്ലാതെ തന്നെ ഒരു കഴിവ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഈ മായയിൽപ്പെട്ട് നമ്മളിങ്ങനെ അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതല്ല, അതിനേക്കാളുള്ള പ്രാർത്ഥിക്കണം, നിരന്തരമായിട്ട് നാമം ജപിക്കണം. അതിനകത്ത് നമ്മൾ ഹിന്ദുക്കളെ ഉള്ളു പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഇത് വെക്കുന്നത്. ഹിന്ദുക്കൾക്കാണ് പ്രാർത്ഥിക്കാൻ മടിയുള്ളത്. പക്ഷേ മുസ്ലിംസ് മറ്റ് മതസ്ഥരൊക്കെ നല്ലതായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ഇവിടെ വന്ന് ഈ ഹോമിയോ കോളേജിലെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവരുടെയൊക്കെ പ്രായം എന്താ, 18-20 വയസ്സ്. ആ കുട്ടികളൊക്കെ 5 നേരം വെളുപ്പിന് തൊട്ട് എണ്ണിച്ച് അവരുടെ സമയങ്ങളിൽ നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് അതൊക്കെ നമ്മുടെ കുട്ടികളാണെന്ന് ചെയ്യും. ഒരു 10 മിനിറ്റ് ഇരുന്ന് നാമം ജപിക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യത്തില്ല. അതെന്താ അങ്ങനെ ആയിപ്പോയെന്ന് തന്നെ അതൊരു വലിയ ഇതാണ്. അതുകൊണ്ട് എല്ലാവരും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം. നാമം ജപിക്കാനൊക്കെ മടിയുള്ളവരൊക്കെ എൻ്റെ കൂടെ വാ, ഞാൻ പഠിപ്പിക്കും. നമുക്ക് വെളുപ്പിനെയൊക്കെ ഇതിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കിഷ്ടമാണ് അതൊക്കെ. നമ്മളൊരു വേറൊരു ഇപ്പം ഞാൻ പറയുന്നത് പൈസ ആഗ്രഹിച്ചിട്ടൊന്നും ചെയ്യുന്ന അങ്ങനെയുള്ള പൈസ വേണം. പക്ഷേ പൈസ നമ്മൾ ജോലി അധ്വാനിക്കണം, അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിടത്ത് കുത്തിയിരുന്നാലും നമുക്ക് പൈസയൊന്നും വരത്തില്ല. ആരും നൂലയിലൊന്നും കെട്ടിയിറക്കി തരത്തില്ല. അതിന് നമ്മൾ അധ്വാനിക്കണം, അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് അത്. അവിടെ നമുക്കൊരു ഈഗോ ഇല്ല. നമുക്ക് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട എന്താണ് സത്യസന്ധത, ഈഗോ പാടില്ല, ക്ഷമയുണ്ടായിരിക്കുക, പിന്നെന്താണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ നമുക്ക് ചില അവസരങ്ങളിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും, ചില സമയങ്ങളിലൊക്കെ വന്നു പോകും. അപ്പം ഞാൻ കഴിവതും അങ്ങനെ എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലെ ആണെങ്കിൽ പോലും ഞാൻ പറയും, ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണെന്ന് പറയും. കാര്യം നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരിടത്തും നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് ഇനി എൻ്റെ ജീവിതം അങ്ങനെ തന്നെയായിരിക്കും. എന്തെങ്കിലും ഒക്കെ നമുക്ക് ബാധ്യതകളുണ്ട്, അതുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് തന്നെ മാറ്റണം. അത് ജോലി ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കണ്ടെത്തണം.
അതിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അപ്പം നല്ല കാര്യങ്ങളൊക്കെ പറയുക, ഇങ്ങനെ ജീവിക്കുക. അല്ലാതെ എന്താണ് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് രാവിലെ എഴുന്നേൽക്കുന്നു, എന്ത് ചെയ്യാനാ, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നാ, അങ്ങനെയൊന്നും ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. എഴുന്നേറ്റ് നമ്മൾ നല്ല സ്മാർട്ടായിട്ട് ഒക്കെയാണ്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, നന്നായിട്ട് ഒരുങ്ങി എല്ലാം നല്ല ഇതായിട്ടൊക്കെ എല്ലാവരും ജീവിക്കണം. അപ്പം നമ്മൾ വീഡിയോസ് ഇടുന്നതിൻ്റെ ലക്ഷ്യം തന്നെ അത് തന്നെയാണ്. ആർക്കെങ്കിലും ഒരു പ്രയോജനം, ആർക്കെങ്കിലും ഒന്ന് മാറാൻ പറ്റിയാൽ ഒരാൾ മതിയെന്നേ. നമുക്കിപ്പോൾ ലോകത്തുള്ള 3.5 കോടി ജനതയൊന്നും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. എൻ്റെ ഗുരുദയ പുറകിൽ. അപ്പോൾ പറ്റുന്നവരല്ല, ആത്മാർത്ഥമായിട്ട് തന്നെ പറയുകയാണ്. കുറേ പേരെങ്കിലും ഒക്കെ മാറി അല്ലേ. ഞാനും ഒരു സാധാരണ വീട്ടമ്മയാണ്. അപ്പം എനിക്ക് മാറാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും മാറാൻ സാധിക്കും. മാറണം. ഈ നിരന്തരമായ ഞാൻ പറഞ്ഞ പോലെ ഒരു ഉറച്ച ഈശ്വര വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്കത്